ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏത്? 1936 മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തി. 1934 മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയത്. ഡോക്ടർ സൺയാറ്റ്സൺ 1911 വിപ്ലവം നയിച്ചു. അത് ശരിയാണ്. 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അത് തെറ്റാണ്. ചൈനയിൽ ആഭ്യന്തര യുദ്ധം കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായവ ആണ് ചോദിച്ചിട്ടുള്ളത്. 1, 3. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. അത് ശരിയാണ്. ബക്സർ യുദ്ധം മിർ ജാഫർ ആൻഡ് ക്ലൈവ് തമ്മിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് തെറ്റാണ്. ബക്സർ യുദ്ധം മിർ കാസിം, അതുപോലെ തന്നെ ഷുജാഉദ്ദൗള, നവാബ് ഓഫ് അവധ്, നവാബ് ഓഫ് ബംഗാൾ, ഷാ ആലം രണ്ടാമൻ, അവർ ഹെക്ടർ മോൺട്രോയുമായിട്ട് നടത്തിയ യുദ്ധമാണ് ബക്സർ യുദ്ധം. അപ്പോൾ ആ ജോഡി തെറ്റാണ്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഗണ്യ യുദ്ധം ബാബറും അതുപോലെ തന്നെ രണാസംഖ്യയും തമ്മിലാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് 2 മാത്രം. ഓക്കെ, നമ്മുടെ ആൻസർ 2 എന്നുള്ളതാണ്. 2. അടുത്തത് സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു. അത് ശരിയാണ്. 1800 സമത്വ സമാജം സ്ഥാപിച്ചു. പിന്നെ അഖില തിരുട്ട്, അരുൾനുൾ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1, 3, 4 എന്നിവയാണ്. ഓക്കെ, കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമാസ്യൂട്ടിക്കൽ അതേതാണ്? മുൻവർഷ ചോദ്യം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നറിയില്ല. എങ്കിലും ഭാരത് ബയോടെക്കാണ് ആൻസർ. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? ഈസ്റ്റിങ്സ് എന്നാണ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിലേത് പ്രതിഭാസമാണ്? കാറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില.